ഓടുന്ന ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ടു. 19 വയസ്സ് മാത്രമുള്ള സ്ത്രീക്കുട്ടിയാണ് അക്രമത്തിന് ഇരയായത്. ആക്രമിച്ചത് സുരേഷ് കുമാർ. ഇയാൾ ട്രെയിനിൽ നിന്ന് പുകവലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ പെൺകുട്ടി ചോദ്യം ചെയ്തു. മാത്രമല്ല, പുകവലിച്ചുകൊണ്ട് ഡോറിൽ നിൽക്കുകയും ചെയ്തു. അതും ഈ പെൺകുട്ടി ചോദ്യം ചെയ്തു. 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ പ്രകോപിതനായ പ്രതി ഈ പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക്, വിജനമായ പ്രദേശത്തിലേക്ക് തള്ളിവിടുന്നു. എത്ര ക്രൂരമാണല്ലേ! പ്രതി മദ്യലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ബോധമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. 2011 സൗമ്യ കേസ്. തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂരിലേക്ക് പോയ പെൺകുട്ടി, വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി, പല സ്വപ്നങ്ങളും കണ്ടുപോയ പെൺകുട്ടി. അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല താൻ ഒരു അക്രമത്തിന് ഇരയാകുമെന്നും തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നും. ഗോവിന്ദസ്വാമി എന്ന വൃത്തികെട്ടവൻ സൗമ്യ എന്ന പാവം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. വെറും 23 വയസ്സ് മാത്രമായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു. നമ്മൾ ഓരോ യാത്രയും എൻജോയ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇങ്ങനത്തെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ട്രെയിനിലെ തർക്കങ്ങൾ സ്വാഭാവികമാണ്. ട്രെയിൻ ഇതേപോലെ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ജീവൻ എടുക്കുക മാത്രവുമല്ല, ഈ തള്ളിയിട്ട പ്രതിയെ യാത്രക്കാർ പിടിച്ചു വെച്ചു. പോലീസിൽ ഏൽപ്പിച്ചതിന് ശേഷം അവൻ കള്ളം പറഞ്ഞു. ബംഗാളിയാണ് തള്ളിയിട്ടതെന്ന്. തീർന്നല്ലോ അല്ലേ? എല്ലാം ബംഗാളിന്റെ തലയിൽ വെക്കാം. നമ്മുടെ